പ്രിയപ്പെട്ട മുസ്ലിമേ, പാരമ്പര്യമായിട്ടെന്ന് അവകാശപ്പെട്ട് നമ്മുടെ ഉമ്മബാപ്പമാര് വീടുകളിൽ വെച്ച് അതാ ഒരു തലയണ വിരിച്ച് അതിന്മേലൊരു മുണ്ട് വിരിച്ച് ചന്ദനത്തിരിയും സാമ്പ്രാണിയും പുകച്ച് ബഹുമാനത്തോടെ ഏട് നിർത്തി വെച്ചിട്ട് ചൊല്ലേരുന്ന മൗലിദിന്റെ വക കിതാബുകൾ ഇപ്പോ സ്വീകാര്യമല്ല അല്ലേ? 2005 ഉണ്ടാക്കിയ ഒരു സഹിയാക്കി പ്രസിദ്ധീകരിച്ച മൗലിദ്, അതും മർക്കസ് ഒന്ന് സഹിയാക്കിയത്. നിങ്ങളെ മർക്കസ് ആർക്ക് വേണം? മർക്കസിനെ സ്വീകരിക്കുകയല്ലേ, മർക്കസിന് പുറത്തിറക്കിയ സാധനത്തെ ആൾക്കാർ സ്വീകരിക്കുക, എന്നിട്ട് മർക്കസിന് കൊടുക്കുന്നത് സ്വീകരിക്കുള്ളൂ. ഔ 2005 മുമ്പ് ഈ ആളുകളൊക്കെ ചൊല്ലിയ മൗലിദിന്റെ സ്ഥിതി എന്താണ് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഓരോന്നോരോന്ന് കാണിക്കുന്നു. ആദ്യം വരട്ടെ അലവി വന്നിട്ട് പറയാണെന്ത്, സബീനയെല്ലാം സ്വീകാര്യമല്ല. കേട്ടോളൂ. സെബീന എന്ന് പറയുന്നത് 66 വക, 77 വക, 101 വക, 202 വക, 222 വക, 333 വക, 444 വക, അങ്ങനെ വകകൾ 1111 വക, 2222 വക. ഇതൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലൂദുകളല്ല, ഞങ്ങൾ അംഗീകരിക്കുന്നതല്ല. CH പ്രസ്, മുജാഹിദിന്റെ CH പ്രസ്, അൽ മുർഷിദ് പ്രസ് ഇങ്ങനെ അടിച്ചു പിടിയല്ലേ, അതൊക്കെ പോലെ ഞങ്ങൾ അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഞങ്ങൾ അതിനോട് അംഗീകാരമില്ല. കണ്ടോ, മൗലവിമാരെ മുമ്പിലെത്തിയപ്പോ പറയണ ഞങ്ങൾ സ്വീകരിക്കൂല, അത് നിങ്ങളെ മുജാഹിദീങ്ങൾ അടിച്ചു വിടുന്നതാണെന്ന്. ഓ, മുജാഹിദീങ്ങൾക്ക് ഇത് അടിച്ചു വിടലല്ലേ പണി? മുജാഹിദീങ്ങൾ അടിച്ചു വിട്ടതാ നിങ്ങളെ നിസ്കാരപ്പായിലുള്ളതല്ലേ? നിങ്ങളെ ഉമ്മാമാര് കൊണ്ടു നടക്കുന്നത് ഇതുവരെ ഓതിയതും ഓദിപ്പിച്ചതും തിന്നതും തീറ്റിച്ചതും വാങ്ങിയതും വാങ്ങിപ്പിച്ചതും അല്ലേ? മുജാഹിദ് മൗലവിമാർ ഇറക്കിയതല്ലേ? നിങ്ങൾ ഈ സമൂഹത്തെ എവിടേക്കാ കൊണ്ടുപോകുന്നത്? അപ്പൊ നിങ്ങളെ വിടാൻ പറ്റുമോ? പറ്റൂല. അബ്ദുള്ള സുല്ലമി ചോദിച്ചു, എല്ലാം സ്വീകാര്യ അല്ലെങ്കിൽ സ്വീകരിക്കാൻ പറ്റാവുന്നത് ഏതാണെന്ന് ഇവിടെ വെച്ച് നിങ്ങൾ നിജപ്പെടുത്തണം എന്ന് മുജാഹിദ് മൗലവി ആവശ്യപ്പെടുന്നത് കേട്ടോളൂ. ഏതായിരുന്നാലും മൗലൂദ് ഒക്കൊല അംഗീകരിക്കൂല, നാട്ടിൽ പലതുണ്ടെന്ന് പറഞ്ഞത് അത് തന്നെയാണ് തർക്കത്തിന്റെ മർമ്മം. നാട്ടിലൊക്കെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ മുസ്ലിയാക്കന്മാർ ആളുകളെ കൊണ്ട് നടത്തി ചെയ്യിക്കണേ, അതൊരു ആചാരമാക്കി അനുഷ്ഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ മൗലൂദുകളെ പറ്റിയാണ് നമ്മുടെ തർക്കം. അത് ഏതെങ്കിലും ഒരു ഏടുകൾ വെച്ചോളി, 66 വക ആയിക്കോട്ടെ, അല്ലെങ്കിൽ 33 വക ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു സബീനയുടെ ഏട്, അതിൽ ഞങ്ങൾ അംഗീകരിക്കാത്ത എത്ര ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞോളി. അതല്ലാതെ ഈ വളയത്തിനുള്ളിൽ കൂടി ചാടുന്ന സർക്കസ് ഉണ്ട്, അവസാനം വളയം ഇല്ലാതെ ചാടുന്ന സർക്കസിന് ഞങ്ങളില്ല. വളയത്തിന്റെ ഉള്ളിൽ കൂടി തന്നെ ചാടാനുണ്ടോ അല്ലേ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കുന്നത്. അതല്ലാതെ ഭക്ഷണം കഴിക്കുന്നുണ്ടോ അല്ലേ എന്ന് ചോദിച്ചാൽ നിങ്ങളൊക്കെ കഴിക്കണ ഭക്ഷണമൊക്കെ ഞങ്ങളും കഴിക്കലുണ്ട്. ഒരു ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാണോ എന്ന് തോന്നിയത് ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ ഞങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഇടപെടണ്ട. അപ്പൊ ഭക്ഷണം കഴിക്കുന്നതിന് നടത്താനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മൈന ഞങ്ങൾക്ക് മനസ്സിലാവും, അത് കൂടിയിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. അങ്ങനെ ആളുകളെ അപമാനിക്കാനും അപഹസിക്കാനും മെനക്കെടണ്ട എന്നും കൂടി ഞാൻ ഓർമ്മപ്പെടുത്താണ്. അതുകൊണ്ട് മൗലൂദുകളെ പറ്റിയുള്ള പരാമർശം ലക്ഷക്കണക്കിന് മുഴുവൻ പറയണ്ട. നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു സബീന 66 വകയാണെങ്കിൽ അല്ലെങ്കിൽ ഏറ്റവും കുറച്ച് എണ്ണമുള്ള ഒരു മൗലൂദ് എടുക്കാം, ഒരു സബീന എടുത്തിട്ട് അതിൽ അവർ അംഗീകരിക്കാത്ത വല്ലുണ്ടെങ്കിൽ അതിന്റെ ലീസ്റ്റ് തന്നാൽ മതി. വ്യക്ത അല്ല, ഇപ്പൊ പറഞ്ഞല്ലോ, ഇപ്പൊ 33 ഒരുപാട് പറഞ്ഞല്ലോ. ഇതില് സുന്നിപക്ഷം അംഗീകരിക്കുന്ന ഏത് ഏടാണെങ്കിലും നമുക്ക് അതിൽ ചർച്ച ചെയ്യാം. കണ്ടോ? അപ്പൊ സുല്ലമി പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ഒന്നും പോണ്ട, നിങ്ങള് അങ്ങനെ പോകാൻ മെനക്കണ്ട, നിജപ്പെടുത്തണം. 366 പറ്റൂലേ, എന്നാ 66ന്റെ അടുത്തോളി, അല്ലെങ്കിൽ 33ന്റെ അടുത്തോളി, ഏതെങ്കിലും ഒന്ന് ബേസ് ചെയ്ത് ചർച്ച ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ തന്നെ മുനീർ മദനി ഇവര് മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ മുനീർ മദനി പറഞ്ഞു, ഒരു ഞൈന്നും പിന്മാറൂട്ടോ, ഒരു അയിമ്മിയും നോക്കൂലട്ടോ എന്ന് പറയുന്നതും അലവി അതിന് പറയുന്ന മറുപടിയും കേട്ടോളി. പിന്മാറേണ്ടത് ചെയ്യും. അത് ശരി, അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞങ്ങളെങ്കിൽ പിന്മാറ്റിച്ചണ്ട. പറയട്ടെ, 66 വക എന്ന് പറഞ്ഞാല് പല 66 വക പല ജാതി 66 വക ഉണ്ട്. ഇല്ലാതെ പറയാൻ തെളിയിക്കും. കണ്ടോ? അപ്പൊ എന്താ ഈ അവസാനം അയിരും നിൽക്കണില്ല. പിന്നെ പറയുന്ന മൗലൂദ് മുഴുവൻ ശരിയല്ല, മൗലൂദ് മുഴുവൻ ശരിയല്ല എന്നാണ് ഇനിയിപ്പോ എന്ത് ആദ്യം അലവി സംവാദത്തിൽ പറഞ്ഞത്. സംവാദമൊക്കെ കഴിഞ്ഞപ്പോ ഉണ്ടായ കാര്യമാണ് പറയുന്നത്. ഇപ്പൊ സംവാദത്തിൽ നടന്നൊരു സംഗതി, സംവാദമൊക്കെ കഴിഞ്ഞപ്പോ എല്ലായിടത്തും ഇത് ഫ്ലാഷായി. ഫ്ലാഷ് ആയപ്പോ നമ്മളെ പണ്ഡിതന്മാര് വിശദീകരിച്ചു, ഇവര് മൗലൂദൊക്കെ തള്ളിയിരിക്കണം പലതും, പാകെ 5 എണ്ണം കൊണ്ട് വന്നിക്കാണ് മർക്കസിൽ നിന്ന് ഇറക്കിയത്, വേറുള്ളതൊന്നും പറ്റൂല, പരിശോധിച്ചിട്ട് വേണമെന്നാ പറയുന്നത് എന്ന് നമ്മൾ പറഞ്ഞപ്പോ മുഴുവൻ ശരിയല്ലാന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് ഒരുത്തം നടന്നു പറയാ. ഏയ് ഞങ്ങൾ അങ്ങനെ മുഴുവൻ ശരിയല്ല എന്ന് പറഞ്ഞിട്ടില്ല, 5 എണ്ണം അപ്പ ചർച്ച, ബാക്കിയുള്ളത് പിന്നെ ചർച്ച ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ മുഴുവൻ ശരിയല്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല എന്ന് ഒരുത്തൻ. അപ്പൊ അലവി അവിടെ പറഞ്ഞത് എന്താണ്?
എല്ലാം സ്വീകരിക്കൂല. രണ്ടും തമ്മിൽ രണ്ടാളും കൂടി പരസ്പരമുള്ള വൈരുദ്ധ്യം പറിച്ചിൽ രണ്ടും ഒന്നൊപ്പം ഇങ്ങനെ കേട്ടോളി നിങ്ങൾ. നല്ല രസല്ലേ? സബീനയിലുള്ള മൗലിദ് തെറ്റാണെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. ആദ്യം 5 മൗലൂദ് ചർച്ച ചെയ്യാ, എന്നിട്ട് ബാക്കി പരിശോധിച്ചിട്ട് ഓരോ മാസം ചർച്ച ചെയ്യാ. അത്രയും ഞങ്ങൾ പറഞ്ഞിട്ട് അത് മൗലിദിന്റെ ഏടുകളിൽ കാണുന്ന മുഴുവൻ കാര്യങ്ങളും അത് ശരിയല്ല, അതിൽ പലതും ശരിയല്ലാത്തതുണ്ട്. അതുകൊണ്ട് തന്നെ അത് മുഴുവനും സത്യമാണ് എന്നൊരിക്കലും വിശ്വസിക്കരുത് ജനങ്ങളെ. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒന്നുകൂടി പറയുന്നു, ആരും അതിൽ സംശയിക്കണ്ട. പറയുന്നു സബീനയിലുള്ള മൗലിദ് തെറ്റാണെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. ആദ്യം 5 മൗലൂദ് ചർച്ച ചെയ്യാ, എന്നിട്ട് ബാക്കി പരിശോധിച്ചിട്ട് ഓരോ മാസം ചർച്ച ചെയ്യാ. അത്രയും ഞങ്ങൾ പറഞ്ഞിട്ട് അത് മൗലിദിന്റെ ഏടുകളിൽ കാണുന്ന മുഴുവൻ കാര്യങ്ങളും അത് ശരിയല്ല, അതിൽ പലതും ശരിയല്ലാത്തതുണ്ട്. അതുകൊണ്ട് തന്നെ അത് മുഴുവനും സത്യമാണ് എന്നൊരിക്കലും വിശ്വസിക്കരുത് ജനങ്ങളെ. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒന്നുകൂടി പറയുന്നു, ആരും അതിൽ സംശയിക്കണ്ട. പറയുന്നു. കണ്ടോ ജനങ്ങളെ, എന്ത് ദയനീയ വിളിക്കണ്. ജനങ്ങളെ വിശ്വസിച്ചു പോകരുതേ. പുറത്തിറങ്ങിയപ്പോ അവര് തമ്മിൽ ഫൈറ്റായി. ഒരുത്തം വരെ നമ്മളങ്ങനെ പറഞ്ഞിട്ടില്ല, ഒരുത്തം വരെ വിശ്വസിച്ചു പോകരുതേ. എന്താ ഇപ്പൊ അവസ്ഥ? വല്ലപ്പുഴ വെച്ചിട്ട് അലവി പറയുന്നുണ്ട്, അലവി സഖാഫി പറയുന്നുണ്ട്, വഹാബികൾ കടത്തി കൂട്ടിയിട്ടുണ്ട് ജാല മുഹമ്മദ് മൗലിദിന് 12,000. എന്നിട്ട് ഞാൻ പറഞ്ഞേരങ്ങളെ 12,000ന്റെ സനത്. അതിനുള്ള ഒരു മൗലിദാണ് ജാല മുഹമ്മദ് മൗലിദ്. ആ മൗലിദിൽ ഇവർ തന്നെ കടത്തി കൂട്ടിയിട്ടുണ്ട്. ബദർ ദിവസം 12,000 ആളുകൾ തോറ്റോടി. അത് നുണയാണ്, ശരിയല്ല. അത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അതിൽ നുണകൾ പലതും കടത്തി കൂട്ടിയിട്ടുണ്ട്. അത് പരിശോധിച്ചിട്ട് ഐക്യവേദിക്കാർ പറഞ്ഞു, ഞങ്ങൾ ഇത്രയും